ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാത്ത രീതിയിൽ അവസാനിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠയിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതുവരെ ആയിട്ടും അന്വേഷണ സംഘം തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ല. എല്ലാ CPM ക്രിമിനലുകൾക്കും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരോൾ നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് പറഞ്ഞു. ഗവൺമെന്റ് ചെയ്ത കൊള്ളകൾ, ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ പ്രതികൾ ഇപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പുതുയുഗ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ ഈറ, ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയസമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കോഴ്സുകൾ തേടി, പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത, ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനുള്ള, അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് ഹൈക്കോടതി, വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ്. സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നതെന്ന് ചോദിച്ച കേസാണ്. അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല. അപ്പോൾ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക. ഇനി വിശദമായ കുറ്റപത്രം വേണ്ട, ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ, അല്ലേ? ഏത് കോടീശ്വരനാണ് വിറ്റത്? ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത്? എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കക്കാനും പോയത്. വീണ്ടും 2024 ഗുരുതരമായ ആരോപണമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല, കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത്. അതാണ്